ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഇന്ന് പകലും ഒരു ചിന്ത കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തിലെ അതിൻ്റെ 8-ാമത്തെ വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വാക്യം വായിക്കുന്നു. അതിന് അവൻ ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ഒരു പദം മാത്രം ഞാൻ അവിടുന്ന് എടുക്കുന്നു, ഒറ്റ പദം. വളരെ ശ്രദ്ധിക്കണം. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിലെ 8-ാം വാക്യം. അതിനകത്ത് POC ബൈബിൾ വായിച്ചാൽ ഇങ്ങനെ കാണുന്നത്. ഞാൻ ഇച്ചിരി എളുപ്പ ഭാഷയിൽ ഞാൻ ഏത് വാക്യം വായിച്ചാലും ഇതല്ല ട്രാൻസ്ലേഷൻ, അത് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഒക്കെ പല ട്രാൻസ്ലേഷൻ ഞാൻ നോക്കാറുണ്ട്. കാരണം അത് ഏറ്റവും സിമ്പിൾ ആശയം ഏതാണ് പ്രസന്റ് ചെയ്യുമെന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 13-ാമത്തെ 8-ാം വാക്യം POC ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനാണ്. നമ്മുടെ ബൈബിളിൽ അതിന് അവൻ എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്, അതിന് അവൻ. എന്നാൽ അല്പം കൂടി വ്യക്തമായ ഭാഷയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, കൃഷിക്കാരൻ അവനോട്. അപ്പൊ 7-ാം വാക്യത്തിൽ നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അവൻ തോട്ടക്കാരനോട് എന്ന് പറഞ്ഞിരിക്കുന്നു. 7-ാം വാക്യത്തിലും സിമ്പിൾ ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത് അവൻ കൃഷിക്കാരനോട്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുവാൻ ഞാൻ പറയുകയാണ്, കൃഷിക്കാരൻ എന്നുള്ളൊരു പദമാണ് അവിടുത്തെ, അല്ലെങ്കിൽ തോട്ടക്കാരൻ തന്നെ, കൃഷി ചെയ്യുന്നവൻ, വളരെ അർത്ഥമുള്ളൊരു ഭാഗം. തോട്ടക്കാരൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ഡൗട്ടോ ഒരു സംശയമോ ഒക്കെ വരും. കൃഷി ചെയ്യുന്നവൻ എന്ന് പറയുമ്പോൾ, കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്നവൻ, അതിന് ചെലവിടുന്നവൻ, അതിന് മുതൽ മുടക്കിയ ആള്. ഒരു സ്തോത്രം പറയാമോ? അപ്പോൾ കൃഷിക്കാരൻ അവനോട് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, കൃഷിക്കാരൻ അവനോട് പറഞ്ഞത്, യജമാനനെ ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. അപ്പൊ ഉടമസ്ഥൻ വേറെ ഒരാളുണ്ട്. ഒരു സ്തോത്രം പറയാമോ? ഉടമസ്ഥൻ വേറെ ഒരാളുണ്ട്, കൃഷി ചെയ്യുന്നത് വേറൊരാള്. ഉടമസ്ഥനാണ് അധികാരം, അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ. ഉടമസ്ഥനാണ് ഉത്തരവാദിത്വം, അത് നിർത്തണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുവാൻ. ഞാൻ ഇങ്ങനെ പറയാം, നമുക്കൊരു ഉടമസ്ഥനുണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഗ അദ്രിയ കടൽകളിൽ 14 രാത്രിയും യാമവും, അല്ലെങ്കിൽ 14 പകലും രാത്രിയും ഒരുപോലെ ഭാരപ്പെട്ടപ്പോൾ, അലഞ്ഞ് വേദനപ്പെട്ടു, ജീവിതം മുൻപോട്ട് പോകുവാൻ ബുദ്ധിമുട്ടിയ സമയത്ത്, ആ രാത്രിയിൽ ദൈവത്തിന്റെ പ്രത്യക്ഷത വെളിപ്പെട്ടപ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 27-ന്റെ 23-ാമത്തെ വാക്യത്തിൽ, ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 23, ഒരു പദം ഇങ്ങനെ പറയുകയാണ്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ. ശ്രദ്ധിക്കണം, അപ്പൊ ദൈവത്തിന്റെ ദൂതനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തെ കുറിച്ച് പറയുകയാണ്. ദൈവത്തിന്റെ ദൂതന അടുത്ത് വന്നത്, അത് ദൈവം അയച്ചതാ. പക്ഷെ പറയുന്നു, ഞാൻ സേവിച്ചു വരുന്നവനും എന്റെ ഉടയവൻ ഉടമസ്ഥനുമായ മാസ്റ്ററാകുന്ന ആ ദൈവത്തിന്റെ ദൂതൻ. അങ്ങനെയാണെങ്കിൽ ദൂതനെ വിടുന്നതാരാ? ദൂതനെ അയക്കുന്നതാരാ? ദൈവമാണ്. ഇയ്യോബിന്റെ ജീവിതം പരിശോധിച്ചാൽ സാത്താൻ പോലും പരാതി പറഞ്ഞു,
എനിക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? നീ അവന് ചുറ്റുമുള്ളതിനെയും അവനും അവന് ചുറ്റുമുള്ളതിനും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുക. സ്തോത്രം പറഞ്ഞു. ആണ്ടിൻ്റെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ദൈവിക സംരക്ഷണത്തിൻ്റെ ചുറ്റുവലയത്തിലായിരിക്കണം, ദൈവകൃപയുടെ ചുറ്റുവലയത്തിലായിരിക്കണം. സാത്താൻ നോക്കുമ്പോൾ പറയണം അവൻ അടുക്കുവാൻ കഴിയത്തില്ല. അതിൻ്റെ ഏക കാരണം എന്താണെന്നറിയാമോ? ആമേൻ. ഇയ്യോബിന്റെ പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനാണ്: ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. എല്ലാവരും എന്നോടൊന്ന് ചേർന്ന് പറയാമോ? ഇയ്യോബ് എന്ന് പേരുള്ളൊരു പുരുഷനുണ്ടായിരുന്നു. സാധാരണ പുരുഷനല്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി മാൻ, ഒരു എക്സ്ട്രാ ഓർഡിനറി മാൻ, അസാധാരണ മനുഷ്യൻ. ആ മനുഷ്യനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. പ്രത്യേക ഗുണങ്ങൾ പറഞ്ഞിരിക്കുന്നു. നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. ഇവന് ചുറ്റും വേലി കെട്ടാതെ ദൈവം എങ്ങനെ ഇരിക്കും? ഇവന് ചുറ്റും വേലി കെട്ടാതെ എങ്ങനെ ഇരിക്കും? 2026 ആണ്ട് ആരംഭത്തിൽ തന്നെ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവഭക്തിയോടെ നമുക്ക് ജീവിപ്പാൻ ഈ ദിനങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ സംരക്ഷണ വലയം, ചുറ്റുമുള്ള വലയം, ദൈവത്തിൻ്റെ വേലി നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല. തലമുറകൾ വിദൂരെയാണെങ്കിൽ ആത്മനിയോഗത്താൽ ഞാൻ കൽപ്പിക്കുന്നു, തലമുറ ഏത് രാജ്യത്താകട്ടെ, ഓസ്ട്രേലിയ ആകട്ടെ, കാനഡയാകട്ടെ, കുവൈറ്റ് ആകട്ടെ, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലാകട്ടെ, UK-യിലാകട്ടെ, ഏത് രാജ്യത്താകട്ടെ, ഏത് സംസ്ഥാനത്താകട്ടെ, അവരെ ചുറ്റിപ്പരിപാലിക്കുക, അവരെ വേലുകെട്ടി സൂക്ഷിപ്പ ദൈവം മതിയായവനാണ്. ഇന്ന് പകൽ ദുഷ്ടന്റെ പദ്ധതികൾ ഒഴിഞ്ഞു പോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പോൾ ഒരു ഉടമസ്ഥൻ നമുക്കുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രാരംഭ ചിന്ത 2026 2-ാം ദിവസം ഞാൻ വിളിച്ചു പറയുന്നു, കേൾവിക്കാരോട് വിളിച്ചു പറയട്ടെ, ഒരു ഉടമസ്ഥൻ ദൈവവൈതലിനുണ്ട്, ഒരു ഉടയവൻ ദൈവവൈതലിനുണ്ട്, ഒരു ഉടയവൻ ദൈവവൈതലിനുണ്ട്. ജീസസ്. നമുക്കൊരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥന കൽപ്പന പുറപ്പെടുവിക്കുന്നത്. എന്നാൽ മധ്യസ്ഥത ചെയ്യുന്ന ഒരു കൃഷിക്കാരനായി നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി ഇട നിൽക്കുന്ന ഒരുവൻ നമുക്കുണ്ട്. നമുക്ക് വേണ്ടി ഇന്നും പക്ഷവാദം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുക്രിസ്തു. ഇനിയും ശ്രദ്ധിക്കുക, ഈ പദം, ഈ മെസ്സേജിൻ്റെ കണ്ടന്റ് ഇതാണ്, നിങ്ങൾ കുറിച്ചു വെച്ചോണം. ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. സ്തോത്രം. നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. ഇച്ചിരൂടെ സിമ്പിളായിട്ട് ഏതാ വരുന്നത്? ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. ഈ വർഷം കൂടെ ഒന്ന് നിന്നോട്ടെ, ഞാനതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. ഒരു ചിന്ത ആത്മാവിൻ്റെ അതേ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, യേശു കർത്താവ് ശീമോനോട് പറഞ്ഞൊരു പദം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ആത്മാവ് അങ്ങനെ അർപ്പിക്കുന്നു. ശീമോനോട് പറഞ്ഞു, ശീമോനെ, കോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റിക്കളയുവാൻ, നിന്നെ പറിച്ചു കളയുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ അതേ സാത്താൻ പദ്ധതിയും കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, അതെ, നിന്നെ ഒന്ന് പറിച്ചു കളയുവാൻ, കോതമ്പ് പാറ്റുന്നത് പോലെ പറിച്ചു കളയുവാൻ ശ്രമിച്ചു. പക്ഷേ സ്വർഗം അനുവദിച്ചില്ല, കർത്താവ് അനുവദിച്ചില്ല. കൂടെ നടക്കുന്നവനെ കുറിച്ച് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് കൊണ്ട്
യേശു അനുവദിച്ചില്ല. ആത്മാവ് പറയുന്നു, ആമേ, കഴിഞ്ഞ ആണ്ടുകളെ സാത്താൻ പാറ്റിക്കളയുവോ, കോരമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയുവോ, ഭൂമുഖത്തുനിന്ന് പറിച്ചു കളയുവോ പദ്ധതി ഒരുക്കിയപ്പോ, എന്നാൽ സ്വർഗം അനുവദിക്കാതെ ഈ ആണ്ടുകൂടെ ദൈവം നിർത്തിയല്ലോ, ഈ ആണ്ടുകൂടെ ദൈവം കാത്തല്ലോ, ഈ ആണ്ടുകൂടെ ദൈവം പരിപാലിച്ചല്ലോ. പറിച്ചു കളയാത്ത ദൈവം, നശിപ്പിച്ചു കളയാത്ത ദൈവം, ഞാനവരെ നശിപ്പിക്കത്തില്ല, ഞാനവരെ നടു, ഞാനവരെ പറിച്ചു കളയത്തില്ല. യെരമ്യാവ് പ്രവചിച്ചതുപോലെ പറിച്ചു കളയാതെ നിർത്തിയതോർത്ത് കരങ്ങൾ തട്ടി ആരാധിപ്പാൻ കഴിയുന്നവർ കരമടിച്ച് ആരാധിക്കട്ടെ. പറിച്ചു കളഞ്ഞില്ല, നിർമൂലമാക്കിയില്ല, ഇടിച്ചു കളഞ്ഞില്ല. ദുഷ്ടൻ പദ്ധതി ഒരുക്കിയപ്പോ അതേ കോതമ്പ് പാറ്റിക്കളയുന്നത് പോലെ പാറ്റിക്കളയാതെ നമ്മെ ദൈവം നിർത്തിയല്ലോ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് പകൽ ആണ്ടിന്റെ 2-ാം ദിവസം പാദപീഠത്തിലായിരിക്കുമ്പോൾ ഓർക്കണം, ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ എന്ന് കർത്താവ് അനുവദിച്ചത് കൊണ്ടാണ് നിൽക്കുന്നത്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഈ ആണ്ട് കൂടെ നിന്നുകൊള്ളട്ടെ എന്ന് കർത്താവ് അനുവദിച്ചത് കൊണ്ടാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. പറിച്ചു കളയുവാൻ, പാറ്റിക്കളയുവാൻ പലവട്ടം ആലോചന ചോദിച്ചപ്പോഴും അനുവാദം കൊടുക്കാതെ ശീമോനെ പ്രൊട്ടക്ട് ചെയ്തതുപോലെ എൻ്റെ ദൈവം എന്നെയും നിങ്ങളെയും സംരക്ഷിച്ചു, എന്നെയും നിങ്ങളെയും പ്രൊട്ടക്ട് ചെയ്തു. അതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക, അതോർത്ത് കർത്താവിന് മഹത്വം കൊടുക്കുക, ആരാധന അർപ്പിക്കുക, സ്തുതികൾ അർപ്പിക്കുക. മൗനമായിരിക്കേണ്ട. വർഷത്തിന്റെ 2-ാം പകൽ ഇന്ന് പകൽ അത് കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ജീസസ്. ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. അതാണ് നമ്മുടെ ചിന്ത. ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. ഞാൻ ഇങ്ങനെ പറയുന്നു, ഈ വർഷം കൂടി സാബു നിൽക്കട്ടെ. കൃഷിക്കാരൻ പറയുന്നു, യജമാനനോട് ഇടിവിൽ നിൽക്കുന്നു, ഈ വർഷം കൂടെ. എത്ര പേര് സ്തോത്രം പറയും? എന്നോട് ഈ സന്ദേശം ഒന്ന് എത്ര പേര് പറയും? ഈ 2026 കൂടെ നിൽക്കട്ടെ. കോടാലി എടുത്തു, അല്ലെങ്കിൽ വാക്കത്തി എടുത്തു. കൊല്ലം ഭാഷയിൽ പറഞ്ഞാൽ കത്താൾ എന്ത് ചെയ്തു? കത്താൾ എടുത്തു, കത്താൾ എടുത്തു. സ്തോത്രം, ആമേൻ. കത്താൾ കരങ്ങളിൽ എടുത്തു, വെട്ടിക്കളയുവാനായിട്ട്, നീക്കിക്കളയുവാനായിട്ട് കരം എടുത്തു, പറിച്ചു കളയുവാനായിട്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു, ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ, ഈ ആണ്ട് കൂടെ, അല്ലെങ്കിൽ ഈ വർഷം കൂടെ നിൽക്കട്ടെ. സ്തോത്രം. അതിനകത്തൊരാത്മീക മർമ്മം ഒളിച്ചിരിക്കുന്നു. ഈ സന്ദേശം ഒന്ന് തൊട്ട് ഞാൻ പറഞ്ഞിരുന്നു. പുതുവർഷ സന്ദേശത്തിൽ അതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു ചിന്ത, സ്തോത്രം, നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഗോഡ് ഓഫ് എക്സ്പെക്ടേഷൻ. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. എന്താ പ്രതീക്ഷ എന്നറിയാമോ? ഈ ചിന്തയിലെ കാതലായ വിഷയം മാനസാന്തരമാണ് കേട്ടോ. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം തുടങ്ങുമ്പോൾ 2 പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചിലർ വന്ന് ചില ചോദ്യമൊക്കെ ചോദിച്ചു യേശു കർത്താവിനോട്. അപ്പോൾ 2 തവണ അവിടെ എടുത്തു പറഞ്ഞു. 3-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ. അപ്പൊ അവര് നശിച്ചു പോയതിന്റെ കാര്യം എന്താ? നിങ്ങൾ പറ. അവര് നശിച്ചു പോയതിന്റെ കാര്യം എന്താ?
സ്തോത്രം. നിങ്ങളും അങ്ങനെ തന്നെ. വലിയൊരു ആത്മീയ ദൂത് അവിടെ എടുത്തു പറഞ്ഞു. അതിനുശേഷമാണ് യേശു ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഈ ഉപമ പറഞ്ഞത് വലിയ പ്രതീക്ഷയോടാണ്, എന്നെയും നിങ്ങളെയും ഉദ്ദേശിച്ചു കൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ അകത്ത് യഹൂദാ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഇതിനകത്ത് മുന്തിരിത്തോട്ടത്തിൽ അത്തി വെക്കാമോ അങ്ങനെയൊക്കെ ഒത്തിരി പഠിപ്പീരുണ്ട്, പഠനമുണ്ട്. അതിലേക്ക് പോയാൽ എൻ്റെ കാതലായ വിഷയം പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതൊന്നും പറയാതെ ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ. കർത്താവിനൊരു പ്രതീക്ഷ, കർത്താവിനൊരു പ്രതീക്ഷ. വചനം എന്തു പറയുന്നു? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. Proverbs chapter 27 verse 18. അത്തി കാക്കുന്നവൻ അതിൻ്റെ പഴം, എല്ലാവരും ഒന്ന് പറയാമോ? അത്തി കാക്കുന്നവൻ അതിൻ്റെ പഴം തിന്നും. അടുത്തത്, യജമാനനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. ഈ വചനം ഞാൻ കൈമാറുന്നു. അത്തിയിൽ ഫലം അന്വേഷിച്ചപ്പം ഫലമില്ല. കൃഷിക്കാരന് പറയാനുള്ള സന്ദേശം, യജമാനനെ, യജമാനനെ, ഈ വർഷം കൂടി നിൽക്കട്ടെ, ഈ വർഷം കൂടി, ഈ വർഷം കൂടെ നിൽക്കട്ടെ, ഈ വർഷം കൂടെ. അതാണല്ലോ ചിന്ത. ശലോമോന്റെ ജ്ഞാനപ്രസ്താവന ഇങ്ങനെയാണ്: അത്തി കാക്കുന്നവൻ ഫലം, എല്ലാവരും എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ, അത്തി കാക്കുന്നവൻ അതിൻ്റെ ഫലം തിന്നും. അത് ദൈവ വ്യവസ്ഥയാണ്. ആമേൻ. യജമാനനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. സ്തോത്രം. എന്തൊരു വാക്കാണത്! യജമാനനെ ശുശ്രൂഷിക്കുന്നവൻ, അതാ കറക്റ്റ് പദം കേട്ടോ. യജമാനനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. അത് ഈ ആണ്ടിൽ സംഭവിക്കണം. ആമേൻ. സമയമില്ലെങ്കിലും ശരീരം വയ്യായെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ഓടി വന്ന, കർത്താവിൻ്റെ സന്നിധിയിൽ ഓടി വന്ന, പാദപീഠത്തിൽ ഇരുന്ന് ദൈവിക ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, മടികൂടാതെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, യജമാനനെ ശുശ്രൂഷിക്കുമ്പോൾ, മനസ്സോടെ ശുശ്രൂഷിക്കുമ്പോൾ, ആമേൻ, ഉദാസീനതയോടല്ല, മനസ്സോടെ കർത്താവിനെ ശുശ്രൂഷിക്കണം. മനസ്സോടെ ദൈവസന്നിധിയിൽ വരണം. മനസ്സോടെ കർത്താവിൻ്റെ വേല ചെയ്യണം. മടിയോടെ കർത്താവിൻ്റെ വേല ചെയ്യരുതേ, ഉഴപ്പി ചെയ്യരുതേ. സ്തോത്രം. അങ്ങനെ ചെയ്താൽ വചനം പറയുന്നു, യജമാനനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. യജമാനനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ബഹുമാനം പിടിച്ചു വാങ്ങുന്ന ഒരു വർഷമാകണം ഇത്. ആദരവ് പിടിച്ചു വാങ്ങണം. കർത്താവ് നമ്മെ ആദരിക്കുമോ? അത് ഈ ഭൂമിയിലുമുണ്ട്, വരാൻ പോകുന്ന ലോകത്തിലുമുണ്ട്. ഒരു വാക്ക്, ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് യോബിന്റെ പുസ്തകം 42-9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പദം കാണുന്നുണ്ട്. യോബിന്റെ പുസ്തകം 42:9.
യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഈ രണ്ട് പദങ്ങളും ചേർത്ത് പരിശോധിച്ചാൽ യജമാനനെ സൂക്ഷിക്കുന്നവൻ, ഞാൻ പറഞ്ഞു യജമാനനെ ശുശ്രൂഷിക്കുന്നവൻ, അതാ കറക്റ്റ് വേർഡ്. യജമാനനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. ഇയ്യോബിനെ കുറിച്ച് പറയുന്നു, യജമാനനെ ശുശ്രൂഷിച്ചു, യജമാനനോട് അരുതാത്തത് പറഞ്ഞില്ല, ഇതിലൊന്നും ഇയ്യോബ് പാപം ചെയ്തില്ല എന്ന് ഭാര്യ വന്ന് ചത്തുകളയാൻ പറഞ്ഞപ്പോഴും ഭാര്യ രണ്ട് വർത്താനമൊന്നും പറഞ്ഞില്ല, മര്യാദയ്ക്ക് സംസാരിച്ചു. നമുക്ക് പലർക്കും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല, മനസ്സിലായോ? ഇത്രയും വേദനപ്പെട്ടിരിക്കുന്ന മനുഷ്യനോട് ചെന്നിട്ട് ആ ഇയ്യോബിന്റെ ഭാര്യ സഹോദരി ചെന്നിട്ട് പറഞ്ഞു, ഡോ താൻ പോയി വിശ്വാസമൊക്കെ തിരിച്ചു കളഞ്ഞ് ചത്ത് കളയാൻ പറഞ്ഞു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പോയി ആത്മഹത്യ ചെയ്യടൂ. പക്ഷെ അപ്പോഴും അമ്മാമ്മയോട് പറഞ്ഞ എന്താണെന്നറിയാമോ? വടിയെടുത്തില്ല, ചീത്ത വിളിച്ചില്ല, ഓടിച്ചില്ല, വായിക്കൊള്ളാവുന്ന മുഴുവനും കൂടെ പറഞ്ഞില്ല. പറഞ്ഞു, നാം ദൈവത്തിങ്കിൽ നിന്ന് നന്മ പ്രാപിക്കുന്നതല്ലയോ, തിന്മയും കൈക്കൊള്ളരുതോ. ഞാനിങ്ങനെ പറയട്ടെ, സഹിച്ചു നിൽക്കുന്നവന് ബഹുമാനം ഉറപ്പാ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതൊരു കമ്പനിയിലാകട്ടെ, ഒരു സഭയിലാകട്ടെ, ഭവനത്തിലാകട്ടെ, സഹിച്ചു നിൽക്കുന്നവന്റെ മുഖത്തെ ദൈവം ആദരിക്കും. നീ എവിടെ നിന്നാലും യജമാനനെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ആദരവ് വെളിപ്പെടും, ദൈവത്തിൻ്റെ ബഹുമാനം വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. വിഷയത്തിൻ്റെ ഗൗരവം, അത്തി കാക്കുന്നവൻ എന്തുണ്ടാകും? അതിൻ്റെ ഫലം തിന്നും. അത്തി കാക്കുന്നവൻ ഫലം തിന്നും. പക്ഷേ നാം വായിച്ച തിരുവെഴുത്തിൽ അത്തി വന്ന് നോക്കി, ഫലം ഉണ്ടോ എന്ന് നോക്കി. ലേവ്യ പുസ്തകത്തിലെ 19 മുൻപ് വായിച്ചതാ, പക്ഷെ പറയാതിരിക്കാൻ കഴിയത്തില്ല, ഇത് കണക്ട് ചെയ്യണം. ലേവ്യ 19-ന്റെ 23, 24, 25 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ദേശത്തെ ഫലവൃക്ഷങ്ങൾ നിങ്ങൾ നട്ട ശേഷം അവയുടെ ഫലം ശ്രദ്ധിച്ച്, ആദ്യത്തെ 3 വർഷം നിങ്ങൾ തിന്നരുത്. ഞാൻ അങ്ങ് പറയുകയാണ്, ആദ്യത്തെ 3 വർഷം നിങ്ങൾ എന്ത് ചെയ്യരുത്? ഫലം തിന്നരുത്. ചിലപ്പം പൊട്ടുകായൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ പൂത്തേച്ചങ്ങ് പോകും. ഈ മാവൊക്കെ നമുക്കറിയാം, ഈ ഇവിടുന്ന് മേടിച്ചു വെക്കുമ്പം, ഈ കൃഷിഭവനിൽ നിന്നൊക്കെ മേടിച്ചു വെക്കുമ്പം ചിലപ്പോൾ ഒരു വലിയ പ്രതീക്ഷയോടെ പൂവ് ഇങ്ങോട്ട് ഇട്ട് വരും. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് എന്ത് ചെയ്യും? അതങ്ങ് കരിഞ്ഞു പോകും. ആദ്യ നാളുകളിലൊക്കെ അങ്ങനെയാ സംഭവിക്കുന്നത്. എന്നാൽ വചനം പറയുന്നു, 4-ാം വർഷം ഒരു പ്രതീക്ഷയുണ്ട്. 4-ാം വർഷം അതെന്ത് ചെയ്യും? അത് കായ്ക്കും. അത് നിങ്ങൾ തിന്നരുത്. 4-ാം വർഷത്തെ ഫലം എന്ത് ചെയ്തോണം? യഹോവയ്ക്ക് സ്തോത്രത്തിനായിട്ട് എന്തോ ചെയ്തോണം? കർത്താവിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്തോണം? അത് കൊണ്ടുവന്നോണം. സ്തോത്രം, 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 സ്തോത്രം. നമ്മളാണെങ്കിൽ മാങ്ങ കായ്ച്ചെന്നിരിക്കട്ടെ, നല്ല മാങ്ങയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ കൊല്ലം ഭാഷയിൽ തന്നെ പറയാം, തോനെ എന്ത് ചെയ്യും? തിരുവല്ലക്കാരുടെ ഭാഷ അല്ലത്, ഞാൻ ഇവിടെ വന്നാ പഠിച്ചത്. തോനെ എന്ത് ചെയ്യും? തോനെ കഴിക്കും. നല്ല മാങ്ങയൊക്കെ ആണെങ്കിൽ സ്തോത്രം. എന്നാൽ ഇച്ചിരി പുളിയോ വലിയ ഗുണമോ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതേ 5 എവിടെ ഇരിക്കട്ടെ, പാസ്നേജിലും ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ 4-ാം വർഷത്തേത് നമുക്കുള്ളതല്ല. കൊടുക്കുമ്പോൾ എന്ത് ചെയ്തോണം? ദൈവത്തിന് സ്തോത്രത്തിനിരിക്കണം. ദൈവത്തിന് സ്തോത്രത്തിന്. എന്നാൽ 5-ാം വർഷത്തെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. ഒരു വൃക്ഷം കാക്കുന്നവനൊരു പ്രതീക്ഷയുണ്ട്. 5-ാം വർഷം
5 വർഷം നീ അതിന്റെ ഫലം തിന്നാം. തിന്നുക മാത്രമല്ല, 4-ാം വർഷവും 1, 2, 3 വർഷങ്ങളിലെ അനുഭവം നീ പ്രമാണപ്രകാരം ചെയ്താൽ 5-ാം വർഷം നിനക്കൊരു കൊയ്ത്തുണ്ട്. 5-ാം വർഷം ഒരു കൊയ്ത്തുണ്ട്. അത് കൊയ്ത്തല്ലോ. ഹോശയ്യ പ്രവചനം 6:11 ഇങ്ങനെയാ വിളിച്ചു പറഞ്ഞത്, യഹൂദേ, നിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്തു ദൈവം വെച്ചിരിക്കുന്നു. വിശ്വസിച്ചാമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഒരു കൊയ്ത്ത് നൽകുന്ന ദൈവം ഈ ആണ്ട് കൂടെ നിർത്തിയത് ഒരു കൊയ്ത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ സ്ഥിതി മാറ്റാനാണ്, ഒരു കൊയ്ത്തിന് വേണ്ടിയാണ് ഈ കൊല്ലം കൂടെ ദൈവം നിർത്തിയിരിക്കുന്നത്. വിശ്വസിച്ചാമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഈ ആണ്ട് കൂടെ ദൈവം നിർത്തിയത് വെറുതെയല്ല. ഈ ആണ്ട് കൂടെ ദൈവം നിർത്തിയത് അതെ ഒരു കൊയ്ത്തിന് വേണ്ടിയാണ്. ഈ ആണ്ട് കൂടെ ദൈവം നിർത്തിയത് സ്ഥിതി മാറ്റുന്നതിന് വേണ്ടിയാണ്. ഈ ആണ്ട് കൂടെ ദൈവം നിർത്തിയത് ദൈവപ്രവൃത്തി നേരിൽ കാണുന്നതിന് വേണ്ടിയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ വർഷം കൂടെ കർത്താവ് നിർത്തിയത് ഒരു കൊയ്ത്തിന് വേണ്ടി, ഒരു കൊയ്ത്തിന് വേണ്ടി, അതെ സ്ഥിതി ഒന്ന് മാറുന്നതിന് വേണ്ടി ദൈവം നിർത്തിയിരിക്കുന്നു. ഇന്ന് പകൽ വിശ്വസിച്ചാമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഒരു കൊയ്ത്തിന് വേണ്ടി. ഈ വർഷം കൂടെ ദൈവം നിർത്തിയിരിക്കുന്നു. അത്തികാക്കുന്നവൻ ഫലം എന്ത് ചെയ്യും? നമ്മുടെ മാങ്ങ നട്ടുപിടിപ്പിക്കുന്ന പോലല്ല. മാവ് നട്ടുപിടിപ്പിച്ചേച്ച് ഏറിയ പങ്കു എന്തോ ആയി പോകും, പുഴുവായിരിക്കും, ഗുണമില്ലാതായി പോകും, ചിലപ്പോൾ ഒന്നുമില്ലാതായി പോകും. യെസ്, ആത്മീയർത്ഥത്തിൽ മാത്രമേ എടുക്കാവുള്ളൂ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. ഈ വർഷം കൂടി നിർത്തിയിരിക്കുന്നു. നീ ഫലം തിന്നണം. ദൈവമക്കൾ ഫലം അനുഭവിക്കണം, നന്മ പ്രാപിക്കണം. കർത്താവ് അതിനെ അനുവദിച്ചിരിക്കുന്നു. കയ്യിലത് പ്രാപിക്കണം. അത്തികാക്കുന്നവൻ അവൻ ഫലം തിന്നും. 5-ാം കൊല്ലം നിന്റെ ഫലം എങ്ങനെ വരണം? വർദ്ധിച്ചു വരണം. അപ്പോൾ അത്തിയിൽ ഫലം അന്വേഷിച്ചപ്പോൾ ഫലം ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എത്ര കൊല്ലം കഴിഞ്ഞു കാണും? 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു. സ്തോത്രം എന്ന് പറഞ്ഞാൽ 5-ൽ പ്രമാണം നിൽപ്പുണ്ട്, 6 കഴിഞ്ഞിട്ടും അനുഭവമില്ലാതിരുന്നപ്പോൾ യജമാനൻ ഇടപെട്ടു. ആക്ഷൻ എടുക്കണം. പക്ഷേ 7-ാം കൊല്ലമായിട്ടും അനുഭവമില്ലെങ്കിലും ഒരു നല്ല കൃഷിക്കാരൻ പറയുന്നു, വേണ്ട, എനിക്കറിയാം, എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് പറയുകയാണ്, കൃഷിക്കാരൻ പറയുന്നു, മധ്യസ്ഥന ചെയ്യുന്നതാകുന്ന കർത്താവ് പറയുന്നു, ഇല്ല, എനിക്കറിയാം, ഞാനാ വിളിച്ചത്, ഞാനാ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. ഞാൻ പൗലോസ്ലീഹയുടെ ഒരു വാക്കൂടെ കടമെടുത്തുകൊണ്ട് പറയാം. 1 കൊരിന്ത്യർ ലേഖനം 9-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. 1 Corinthians chapter 9 verse 7. 1 കൊരിന്ത്യർ 9:7. മുന്തിരിത്തോട്ടമുണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആര്? ആട്ടിൻകൂട്ടത്തെ മേയിച്ച് അതിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആർ?
അതിന് മറ്റൊരാശയം അവിടെയുണ്ട്. എന്നാൽ ഞാൻ ഇങ്ങനെ പറയാം, മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യണം? ഫലം തിന്നണം. അതാ ശലോമോൻ വിളിച്ചു പറഞ്ഞത്, അത്തി കാക്കുന്നവൻ എന്തു ചെയ്യും? ഫലം തിന്നും. ഒരു ഹല്ലേലൂയ പറയാമോ? സ്തോത്രം. മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നവൻ എന്തു ചെയ്യണം? അത് വചനത്തിലെ പ്രമാണം, അത് സഭയോടുള്ള ദൂതാകട്ടോ. സഭയിൽ ഫലം ഉണ്ടാകണം. എനിക്ക് പിന്നീട് ദൈവത്തിൻ്റെ പ്രേരണ ഉണ്ടെങ്കിൽ ഞാൻ വിശദമാക്കാം. സഭയ്ക്കകത്ത് എന്ത് ചെയ്യണം? ഇത് മുന്തിരിത്തോട്ടമാ, ഇത് സഭയാ മുന്തിരിത്തോട്ടമാ, ഇത് സഭയാ ആട്ടിൻകൂട്ടമാണ്. ഇതിനകത്ത് എന്ത് ചെയ്യണം? ഇതിനകത്ത് ഫലമുണ്ടാകണം. ഇതിനകത്ത് ഫലമുണ്ടാകണം. കൊല്ലം എത്രയായി നിർത്തിയിരിക്കുന്നു ദൈവം? 2026 കൂടെ ദൈവം നിർത്തിയിരിക്കുന്നു. 2026 കൂടെ ദൈവം അനുവദിച്ചിരിക്കുന്നു. ഈ വർഷം കൂടെ ഒന്ന് നിന്നോട്ടെ എന്ന് കൃഷിക്കാരൻ ഇടിവിൽ നിൽക്കുന്നു. ഈ വർഷം കൂടെ നിന്നോട്ടെ. വചനത്തിന്റെ പ്രമാണം ഇങ്ങനെയാണ്, നീ ഫലം കായ്ക്കണം. വചനത്തിന്റെ പ്രമാണം ഇങ്ങനെയാണ്, കഴിഞ്ഞ ആണ്ടിലേ കായ്ക്കേണ്ടതാ. വിഷയം മനസ്സിലായോ? കഴിഞ്ഞ ആണ്ടിലേ കായ്ക്കേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ ആണ്ടിലും ഇല്ലാതായി. ഇനിയും വേണ്ട, ഇനിയും വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് ഉടമസ്ഥൻ ഇറങ്ങി വരുമ്പോ കൃഷിക്കാരൻ, നല്ല മനസ്സുള്ള കൃഷിക്കാരൻ, ഇടിവിൽ നിൽക്കുന്ന കൃഷിക്കാരൻ മാധ്യസ്ഥം ചെയ്യുന്നു, മധ്യസ്ഥനായി വെളിപ്പെടുന്നു. വേണ്ട, വേണ്ട. എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത, ഇത് കേട്ടപാടെ ഉടമസ്ഥൻ പറയുകയാണ്, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്തായിരുന്നു കൃഷിക്കാരൻ പറഞ്ഞത്? മേലാൽ കായ്ച്ചാലോ? മേലാൽ. അതാണ് പ്രതീക്ഷ, അതാണ് പ്രതീക്ഷ. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവ പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേരുണ്ട്? ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി നിറവേറ്റുവാൻ എന്നെ സമർപ്പിക്കണമെന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേരുണ്ട്? അത്തികാക്കുന്നവൻ അതിൻ്റെ ഫലം തിന്നണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നു, നമ്മിൽ നിന്നൊരു ഫലം പുറപ്പെടണം. നമ്മിൽ നിന്നൊരു ഫലം പുറപ്പെടണം. ഒരു ഫലം കായ്ക്കണം. അത് മാന്യമായ ശ്രേഷ്ഠമായ ഒരു ഫലം കായ്ക്കുവാനായിട്ടിടയായി തീരണം. അത് കായ്ക്കാത്തപ്പോൾ ഉടമസ്ഥൻ ദുഃഖിക്കും. കാരണം വില കൊടുത്തത് ഉടമസ്ഥനാണ്. ഉടമസ്ഥനാണ് വില കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഉടമസ്ഥൻ വേദനിക്കും. പറയുന്നു, വെട്ടിയേരെ, വെട്ടിയേരെ. ഇല്ല, ഈ വർഷം കൂടെ നിന്നോട്ടെ. പക്ഷെ ഈ വർഷത്തെ പദ്ധതി എന്താണെന്നറിയാമോ? വെറുതെ നിർത്തുകയല്ല, പിന്നെ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് കിളച്ച് അതിന് വളമിട്ട് ഒരു വർഷം കൂടെ ഞാനൊന്ന് കാത്തോട്ടെ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം? അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം? എന്ന പകൽ പരിശുദ്ധാത്മാ ദൂത് കൈമാറുന്നു. ഒരാണ്ട് കൂടെ ദൈവം തന്നു. എനിക്ക് കായ്ക്കണം. ആ വളം വലിച്ചെടുക്കണം. വളം വലിച്ചെടുത്ത് പുതിയ നാമ്പിടണം, ആർത്തു വരണം, പൂ വരണം. അത് തലമുറയിലുണ്ടാകണം. നന്മ വീട്ടിൽ വരണം. നിന്റെ അധ്വാന ഫലം നീ തിന്നും. മുന്തിരിത്തോട്ടം നടുന്നവൻ മുന്തിരിയുടെ ഫലം തിന്നും. ആട്ടിൻകൂട്ടത്തെ വളർത്തുന്നവൻ ആടിൻ്റെ ഫലം അനുഭവിക്കണം. ജീവിതത്തിൽ ഫലമില്ലാതെ കൈശൂന്യമായി പോകുന്നെങ്കിൽ
ഈ ആണ്ടിൽ കൂടെ ദൈവം നിർത്തിയിരിക്കുമ്പോൾ ആത്മനിയോഗത്താൽ ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവിൻ്റെ പദ്ധതി ഈ വർഷം നമ്മെ ഒന്ന് ചെത്തി മിനുക്കിയെടുത്ത് ഒരു പുതിയ ഫലത്തിന് വേണ്ടി ഏൽപ്പിച്ചു തരുന്നു. 5-ാം വർഷം നീ വർദ്ധിക്കേണ്ടതായിരുന്നു, കഴിഞ്ഞ വർഷം വർദ്ധിക്കേണ്ടതായിരുന്നു, സാധിച്ചില്ല. 24-ൽ വർദ്ധിക്കേണ്ടതായിരുന്നു, സാധിച്ചില്ല. 25-ൽ വർദ്ധിച്ചില്ല. ഈ ആണ്ടിൽ വർദ്ധിക്കണം, ഈ ആണ്ടിൽ അനുഗ്രഹിക്കപ്പെടണം, ഈ ആണ്ടിൽ കായ്ക്കണം. ദൈവം അനുവദിച്ചിരിക്കുമ്പോ ഒരു തിരിഞ്ഞുനോട്ട്. Make a U-turn. ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഈ ഗൂഗിൾ മാപ്പ് ഇട്ട നമ്മളിൽ പലരും യാത്ര ചെയ്യുന്നത്, അല്ലാത്തവരും ഇവിടെ ഇരിപ്പുണ്ട്, ശബ്ദം ശ്രവിക്കുന്നുണ്ട്. എന്നാൽ വഴി തെറ്റിപ്പോയാൽ ഉടനെ നമ്മുടെ ഗൂഗിൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ മോമ്പറ മെയ്ക്ക് യു-ടേൺ, അതിൻ്റെ അർത്ഥം ഇങ്ങനാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് തിരിഞ്ഞെന്ത് ചെയ്യണം, വരണം. തിരിഞ്ഞു വന്നാൽ ശരിയായ എക്സിറ്റിലേക്ക് നിങ്ങളെ എന്ത് ചെയ്യും, ശരിയായ വഴിയിലേക്ക് നിങ്ങളെ തിരിച്ചുവിടാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ പോക്ക് എങ്ങനാ, ഇപ്പോഴത്തെ പോക്ക് എങ്ങനാ, അത് അപകടത്തിലേക്കാ പോകുന്നത്, അത് ശരിയായ വഴിയിലേക്കല്ല പോകുന്നത്. മെയ്ക്ക് യു-ടേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വണ്ടി തിരിച്ചെന്ത് ചെയ്യണം, കൊണ്ടുവരണം. എല്ലാവരും ദൈവസനിൽ എഴുന്നേറ്റ് നിന്നേ. ഒരു തിരിച്ചു വരവിന് എത്ര പേര് തയ്യാറാകുന്നു? ഒന്ന് ദൈവസനിൽ എഴുന്നേറ്റ് നിന്നേ. ഓ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ ആണ്ടിൽ ഫലം കായ്ക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കഴിഞ്ഞ നാളിൽ കായ്ച്ചില്ല, എന്നാൽ ഒരു വർഷം കൂടെ, അല്ലെങ്കിൽ ഈ വർഷം കൂടെ നിൽക്കട്ടെ, ഈ വർഷം കൂടെ നിൽക്കട്ടെ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഈ വർഷം കൂടെ കർത്താവ് നിർത്തിയിരിക്കുന്നു. മേലാൽ കായ്ച്ചെങ്കിലോ പ്രതീക്ഷയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വന്നില്ല. ദൈവത്തിൻ്റെ പ്രതീക്ഷ, പിന്നീട് പ്രേരണയുണ്ടെങ്കിൽ പറയാം. ദൈവത്തിൻ്റെ പ്രതീക്ഷ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. മേലാൽ, അതുകൊണ്ട് ഇന്ന് ജീവനോടായിരിക്കുന്നത്. മേലാൽ പ്രയോജനപ്പെടും, മേലാൽ പ്രാർത്ഥിക്കും, മേലാൽ ഉപവസിക്കും, മേലാൽ കൂടുതൽ പ്രയോജനപ്പെടും, മേലാൽ അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. അങ്ങനെയൊരു പ്രതീക്ഷ. കൊട്ട നിറച്ച് പറിക്കത്തക്ക പോലെ ഫലം കായ്ക്കണം. ഈ വർഷം ഫലം കായ്ക്കണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്. മേലാൽ കായ്ക്കുവാൻ നിർത്തിയിരിക്കുമ്പോൾ, ഈ ആണ്ട് കൂടെ അനുവദിച്ചിരിക്കുമ്പോൾ, കർത്താവേ എന്നെ കൈവിടരുതേ, വെട്ടിക്കളയരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സന്ദേശത്തിന് മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പിതാവേ സമർപ്പിക്കുന്നു. ക്ഷമിക്കുന്ന ഒരപ്പൻ ഞങ്ങൾക്കുണ്ടല്ലോ. പലപ്പോഴും ദൈവസന്നിധിയിൽ ഞങ്ങൾ അകന്നു പോയി. കഴിഞ്ഞ ആണ്ടിലാകേണ്ടവണ്ണമായില്ല. 26 തന്നു, ഒരാണ്ട് കൂടെ നിൽക്കട്ടെ എന്ന് അനുവദിച്ചപ്പോൾ നിർത്തുവാൻ കൃപ തോന്നിയല്ലോ, ഞങ്ങളെ കൂട്ടി വരുത്തിയല്ലോ. പിതാവേ, ഇന്ന് പകൽ കരമുയർത്തി അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഈ ആണ്ടിൽ പ്രതീക്ഷ നിർവഹിപ്പാൻ, വർദ്ധിക്കപ്പെടുവാൻ, 5-ാം വർഷം നിങ്ങൾ വർദ്ധിക്കും, നിങ്ങളുടെ ഫലം വർദ്ധിക്കും. എന്നാൽ 6 കഴിഞ്ഞ് 7 കഴിഞ്ഞിട്ടും പിതാവേ ഞങ്ങൾ വർദ്ധിക്കാതിരിക്കുമ്പോൾ, കൊല്ലം 10 കഴിഞ്ഞിട്ടും വർദ്ധിക്കാതിരിക്കുമ്പോൾ, ഇന്ന് പകൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, അതേ ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങളിലൂടെ വെളിപ്പെടട്ടെ. ഈ ആണ്ടിൽ കായ്പാൻ കൃപ തരണമേ. അതിനായി സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ആണ്ടിൽ ഫലം കായ്ക്കുന്നവരാകാം, വർദ്ധിക്കുന്നവരാകാം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാകാം. ഈ വർഷം കൂടെ നിൽക്കട്ടെ. ഈ ചിന്ത മറക്കരുത്. ഈ വർഷം കൂടെ നിൽക്കട്ടെ. കർത്താവ് നിർത്തിയിരിക്കുന്നു. ഈ ആണ്ടും കർത്താവ് നിർത്തും. ഉടമസ്ഥൻ്റെ ഇഷ്ടം നിർവഹിപ്പാൻ കർത്താവ് നമ്മെ ഒരുക്കട്ടെ.
പ്രിയാൾ അച്ചൻ കൊഞ്ചാൻ ഇപ്പോൾ ചുരുക്കമായി പ്രാർത്ഥിക്കുമല്ലോ.